ദൈവവചനത്തെ ധ്യാനിപ്പാൻ ഒരു പ്രഭാതം കൂടെ കർത്താവ് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊന്നായി ധ്യാനിപ്പാൻ തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാം. 112 സങ്കീർത്തനം 9 വാക്യം. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കൊടുക്കുന്നതും മനുഷ്യൻ കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ കൊടുക്കുമ്പോൾ അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കും. എത്ര വേണമെന്ന് ചോദിച്ച് അതിനനുസരിച്ചാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ചാണ് മനുഷ്യർ നമുക്ക് അളന്നു തരുന്നത്. ഒരു റേഷൻ കടയിൽ പോയാൽ നമ്മൾ കൊണ്ടുപോകുന്ന ആ പാത്രത്തിൽ അളന്ന് തിട്ടപ്പെടുത്തി നമുക്ക് ധാന്യങ്ങൾ വാങ്ങാൻ കഴിയും. ഇല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങാൻ കഴിയും. ഒരു സൊസൈറ്റിയിൽ പാൽ വാങ്ങുവാൻ പോയാൽ നമ്മൾ കൊണ്ടുപോകുന്ന പാത്രത്തിൽ നമ്മൾ കൊടുക്കുന്ന പണത്തിനനുസരിച്ച് അളന്ന് തിട്ടപ്പെടുത്തി അതിലാക്കി തരും. അത് അല്പനാളുകൾ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും അതേ കടയിലേക്കും അതേ സൊസൈറ്റിയിലേക്കും ധാന്യങ്ങൾ കൊള്ളുവാനും പാൽ വാങ്ങുവാനും നമ്മൾ പോകുന്നു. അത് നമ്മുടെ ദിനചര്യയാണ്. എന്നാൽ ദൈവം മനുഷ്യന് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അല്പം വ്യത്യാസമാണ്. എന്താണെന്നറിയാം? വാരി വിതറി കൊടുക്കുന്നു, സമൃദ്ധിയായി കൊടുക്കുന്നു, വിശപ്പടങ്ങുവോളം കൊടുക്കുന്നു, വേണ്ടുവോളം ഭക്ഷിപ്പാൻ തരുന്നു, ദാഹം തീരുവോളം, ദാഹം ശമിക്കുവോളം കുടിപ്പാൻ തരുന്നു. അതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ വാക്കാണ്. വലിയൊരു സന്തോഷത്തിൻ്റെ സന്ദേശമാണ്, സമാധാനത്തിൻ്റെ ആദർശമാണ്. എന്നാൽ അവിടെ ഒരു മർമ്മപ്രധാനമായ കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ന് നാം വായിച്ച വേദഭാഗത്തെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിതറിയ ധാന്യം നമ്മൾ എങ്ങനെ ശേഖരിക്കും? ശരിയാണ്, അവൻ വാരി വിതറി തരുന്നു, വേണ്ടുവോളം നമുക്ക് തരുന്നു. പക്ഷെങ്കിൽ തരുന്ന വിധം എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് വിതറി തരികയാണ്. ഇസ്രായേൽ ജനത്തെ വിശപ്പ് കൊണ്ടവർ നിലവിളിച്ചപ്പോൾ അവിടെ കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ മന്ന മരുഭൂമിയിൽ പൊഴിച്ചു കൊടുത്തു. ഒരു പക്ഷെങ്കിൽ അവരുടെ പാത്രത്തിലാക്കി കൊടുക്കുന്നതായിരുന്നില്ലേ ഭംഗി? എന്നാൽ ജനത്തോട് ദൈവം പറഞ്ഞത്, നാളെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പാളയത്തിലൊക്കെയും നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ചിതറിക്കിടക്കും. ഈ ചിതറിക്കിടക്കുന്നതിനെ നമ്മൾ നമ്മുടെ പാത്രത്തിൽ നമുക്ക് വേണ്ടുന്നത് അത് പെറുക്കിയെടുക്കേണ്ട ഒരു ചുമതല ദൈവം മനുഷ്യനെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, അവൻ വാരി വിതറി മനുഷ്യന് കൊടുക്കുന്നു. ഓരോ പാത്രത്തിൽ കൊണ്ടുപോയി അളന്ന് വാങ്ങിക്കുകയല്ല, വിതറിയിരിക്കുക. എവിടെയാണ് വിതറുന്നതെന്ന് അറിയാമോ? മരുഭൂമിയിൽ, ഒന്നുമില്ല എന്ന് തോന്നുന്നതായ സ്ഥലങ്ങളിലൊക്കെയും ദൈവം അവിടെ വിതറിയിരിക്കുന്നത് കാണാം. ആത്മാവിൻ്റെ കണ്ണുകളെ ഉപയോഗിച്ച് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങളെ ഒന്ന് ദർശിച്ച് നോക്കുക. അവിടെ ഒരു പാത്രത്തിൽ നമുക്ക് കുടിപ്പാൻ യോജിച്ചതുപോലെ കൊണ്ട് തരികയല്ല, അല്ലെങ്കിൽ ഭക്ഷിക്കുവാൻ യോജിച്ചതുപോലെ കൊണ്ട് തരികയല്ല. അവിടെ വിതറിയിരിക്കുക. ഇല്ലായ്മയുടെ സ്ഥാനത്ത് ദൈവം വിതറിയിട്ടുണ്ട്. മരുഭൂമിയിൽ ദൈവം വിതറിയിട്ടുണ്ട്. പാറയിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അത് പെറുക്കിയെടുക്കുക. എങ്ങനെ പെറുക്കിയെടുക്കുക? എണ്ണി എണ്ണി പെറുക്കിയെടുക്കുക. അവൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന എണ്ണമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എണ്ണി എണ്ണി പെറുക്കേണ്ടതായിട്ട് വരും. നാം ദൈവത്തിന് കൊടുക്കുന്നതായ നന്മകളൊക്കെയും നമ്മളോട് ദൈവം കാണിക്കുന്ന ഉപകാരങ്ങൾക്ക്, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്നതായ സ്തുതിയും മഹത്വവും ബഹുമാനവും ഒക്കെ നമ്മളോട് ദൈവം കാണിക്കുന്ന നന്മകൾക്കനുസരിച്ചുള്ളതായിരിക്കണം. ദൈവം അത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതരമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ പണമോ ധനമോ നമ്മുടെ പുകഴ്ചയോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യം ഹൃദയം തുറന്ന് പരമാർത്ഥ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സ്തുതി. അത് ആകാശത്തോളം എത്തുന്നു. അത് ആകാശത്തോളം എത്തുമ്പോൾ അവൻ ദരിദ്രന്മാരെ കാണുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുന്നു. കർത്താവ് മരുഭൂമിയിൽ നിന്നുകൊണ്ട്, യെരുശലേം വീഥികളിൽ നിന്നുകൊണ്ട്, ആലയത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ദരിദ്രരും ആരുമില്ലാത്തവരും വിശന്നിരിക്കുന്നവരും ദാഹിച്ചിരിക്കുന്നവരുമായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങളെ കണ്ടുകൊണ്ട് കർത്താവ് വിളിച്ചു. ദാഹിക്കുന്ന ഏവരുമേ
നിങ്ങൾ എൻ്റെ അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങൾക്ക് കുടിപ്പാൻ സൗജന്യമായി തരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശമര്യക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിച്ചപ്പോൾ അവളോട് കർത്താവ് പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അവൾ പറയുന്നു, യജമാനനെ, ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം നീ കൊടുക്കുമെങ്കിൽ അതല്പം ഞങ്ങൾക്ക് തരണം. അത് ഞങ്ങളുടെ ദേശത്തിനൊരു രക്ഷയാണ്, അത് ഞങ്ങളുടെ ദേശത്തിനൊരു അനുഗ്രഹമാണ്, അത് ഞങ്ങളുടെ ദേശത്തിന് വലിയൊരു ആശ്വാസമായി അത് ഭവിക്കും. കാരണം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നു, വെള്ളമെങ്ങും കിട്ടുവാനില്ല, ഞങ്ങൾ പാർക്കുന്നിടത്തൊന്നും കിണറ്റിൽ വെള്ളമില്ല, ആ വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ ഓടി വരികയാണ്. ഈ വെള്ളം കുടിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഞങ്ങൾക്കൊരാശ്വാസമുണ്ട്. എന്നാൽ നീ ഒരു നാളും ദാഹിക്കാത്ത വെള്ളം കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങൾക്ക് വേണം. യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നതായ വെള്ളം അത് ജീവജലമാണെന്ന് അവൾക്ക് ഒരു വലിയ വെളിപ്പാടുണ്ടായി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാവിൽ ദരിദ്രരായ ഒരു കൂട്ടം ജനങ്ങളെ ദൈവം മുൻകാണുന്നു, പ്രതീക്ഷിക്കുന്നു. അവനിൽ നിന്ന് ഏറ്റുവാങ്ങുവാൻ, ജീവജലം ഏറ്റുവാങ്ങുവാൻ. എവിടെയാണ് ദൈവം കൊടുക്കുന്നത്? മരുഭൂമിയിൽ, വെള്ളമില്ലാത്ത സ്ഥലത്ത്, ഉണങ്ങി വരേണ്ട സ്ഥലത്ത്, ഒരാശ്രയം ഇല്ലാത്ത സ്ഥലത്ത്, ഒരു ആശയ്ക്കും വഴിയില്ല എന്ന് നമ്മൾ ഗണിക്കുന്നിടത്ത്, നമ്മൾ പിറുപിറുക്കുന്ന സ്ഥലത്ത്, ദൈവത്തോട് മത്സരിക്കുന്ന സ്ഥലത്ത്, നമ്മൾ വേണ്ടപ്പെട്ടവരോട് കുറ്റം പറയുന്നതായ സ്ഥലത്ത്, അവിടെ ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നു. എന്നാൽ ദേശത്തിലും രാജ്യത്തും വരുവാനുള്ള തലമുറയിലൊക്കെയും അതൊരടയാളമായി ഭവിക്കേണ്ടതിന് വലിയൊരു നദിയായി അത് പുറപ്പെട്ടു. കർത്താവ് വിതറിത്തന്നതായ അനേക നന്മകളെ നാം പെറുക്കിയെടുക്കുമ്പോൾ അതൊരിക്കലും നമ്മളിൽ പോരായ്മ സൃഷ്ടിക്കുകയില്ല, നമ്മുടെ ഭവനത്തിൽ ദാരിദ്ര്യം കൊണ്ടുവരികയില്ല. പക്ഷെങ്കിൽ അതിനൊരു വിശേഷതയുണ്ട്. അതാത് സമയത്ത് ആവശ്യമുള്ളത് അതാത് സമയത്ത് മാത്രം നൽകപ്പെടും. കർത്താവ് അതുകൊണ്ടാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു എന്നുള്ളതായ വചനം നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയും അനുഗ്രഹവും കാണിക്കുന്നുണ്ടെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും മുട്ടില്ലാത്തൊരനുഭവം നമ്മൾ ദൃശ്യമാക്കുന്നുണ്ടെങ്കിലും, അതിന് പിന്നിൽ ദൈവം ആവശ്യപ്പെടുന്നത് നമുക്ക് തരുന്ന നന്മകളെ നാം പെറുക്കിയെടുക്കുന്നവരായിത്തീരണം, ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിത്തീരണം. ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്നതിനൊക്കെയും നമുക്കൊരു കണക്ക് വേണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം കണക്കില്ലാതെ പകർന്നു തരുന്നു എങ്കിലും നാം ദൈവത്തോട് കണക്ക് പറയേണ്ടതായ, നാം ദൈവത്തോട് അളവുകൾ പറയേണ്ടതായ ഒരു ആവശ്യകത ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക. വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ദരിദ്രന്മാർക്ക് മാത്രമേ അത് പെറുക്കുവാൻ കഴിയുകയുള്ളൂ. ധനവാനും സമ്പന്നനും അവിടെ പെറുക്കുവാൻ ചെന്നാൽ അത് സമ്മതിക്കുകയില്ല. അത് ദരിദ്രന്മാർക്ക് മാത്രം, ആത്മാവിൽ ദരിദ്രരായവരാരോ അവർക്ക് വേണ്ടി മാത്രം അത് നൽകപ്പെടുന്നു, അവർക്ക് വേണ്ടി മാത്രം അത് വിതറപ്പെടുന്നു. അത് പെറുക്കിയെടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.